എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം രാത്രി 12 മണിക്ക് തന്നെ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്തു. നമ്മുടെ അതിരിക്കുട്ടന് കട്ട് ചെയ്യണമെന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാനും കൂടെ കൈപിടിച്ച് ഞാനും അതിരിക്കുട്ടനും കൂടി ഇതേ കേക്കൊക്കെ കട്ട് ചെയ്യുവാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ലുലുന്ന് മേടിച്ചതാണ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഐശ്വര്യയ്ക്കും നന്ദേട്ടനും അച്ചുവിനും അതിരിക്കുട്ടനും എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. തിരിച്ചവരും എനിക്ക് കേക്ക് തന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഭർത്താവും ഒക്കെ ആയിട്ട് ഒരു വർഷം കൂടി ആസ്വദിക്കാൻ തന്നതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. അങ്ങനെ കേക്ക് മുറി എല്ലാം കഴിഞ്ഞു. രാത്രി 12 മണിക്ക് തന്നെ കേക്ക് മുറിക്കണമെന്ന് അച്ചുവിനും ഐശ്വര്യയ്ക്കും നന്ദേട്ടനും ഒക്കെ ഒരു നിർബന്ധം പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം കേക്കൊക്കെ മുറി കഴിഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി കേട്ടോ കൂട്ടുകാർ. അങ്ങനെ അമ്പലത്തിൽ നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് പോയത് കേട്ടോ. അപ്പം എന്തേ നമ്മുടെ താഴെ കണ്ടോ, ഫ്ലാറ്റിൻ്റെ താഴെ നിൽക്കുന്ന എന്താ കസ്തൂരി തുളസി, അതേപോലെ തന്നെ നമ്മുടെ ഈ കറ്റാർ വാഴയിൽ പൂത്ത് നിൽപ്പുണ്ട്. പൂ ഇങ്ങനെ മുട്ട് വരുന്നുണ്ട്. പിന്നെ സ്നേക്ക് പ്ലാന്റ്, ഇതൊക്കെ ദേ ആ താഴത്തെ കടയിൽ ഉള്ള ആ ആൾ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് നന്ദേട്ടനും അതിരിക്കുട്ടനും കൂടെ കുറച്ച് വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ അവർ പോയി ബലദിയ ഡ്രമ്മിൽ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ദേ വണ്ടിയിൽ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടിയിലോട്ട് കയറിയിട്ട് ഇന്ന് വലിയ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡേ ആയതുകൊണ്ട് രാവിലെ ഒന്നും വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. കാർ പാർക്ക് ചെയ്യുന്നുണ്ടോ, കുറേ മലകളുടെ താഴ്വാരത്തിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. നല്ല പച്ചപ്പും ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പം നമ്മൾ ആ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ പച്ചപ്പുകൾക്കിടയിൽ നല്ല കിളികളുടെ കളകളാരവം നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പം നല്ല ഒരു തണുപ്പുമാണ്. അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ കണ്ടപ്പോൾ നമുക്ക് ആർക്കായാലും ഞങ്ങളവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും അതേപോലെ വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ കൂട്ടുകാരെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നടന്ന് കുറച്ച് താഴോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട് കേട്ടോ. ആ ചേച്ചി ഇതേപോലെ പൂക്കളും ചെടികളും ഒക്കെ അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടും ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്ന ഒരു ചേച്ചിയാണ്. 1-2 പേരുണ്ട്. ഇന്ന് അവിടുത്തെ ഒരു ചേച്ചിയെ വന്നിട്ടുള്ളൂ. അപ്പോൾ മുല്ലപ്പൂവും അതേപോലെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ്, തുളസി, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ആ ചേച്ചിയുടെ ഇടയിലുണ്ട്. പിന്നെ അവിടെ എല്ലാം എന്തേ കണ്ടോ, പ്രാവുകൾ ഇങ്ങനെ നടപ്പുണ്ട്. നമ്മളോട് വലിയ കൂട്ടാണ് പ്രാവുകളെല്ലാം. പിന്നെ നേരെ നമ്മുടെ തുളസി തറയ്ക്ക് ഇതേ വലം വെക്കുന്നുണ്ട് കേട്ടോ. ആ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു തുളസിയും അതിൻ്റെ ആ തറയെല്ലാം ഇങ്ങനെ ഉണ്ട്. അത് നന്നായിട്ട് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഭഗവാന് നല്ല അലങ്കാരത്തിലായിരുന്നു. ഇന്ന് വെള്ള പട്ടുടയാടയൊക്കെ എടുത്ത് ഭഗവാനെ മനോഹരമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ തൊഴുതിറങ്ങുമ്പോഴത്തേക്ക് പുറത്ത് ദേ മോരും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ അമ്പലത്തിൽ എപ്പം ചെന്നാലും നമുക്ക് കഴിക്കാൻ ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സുകളോ ഒക്കെ കിട്ടും. അങ്ങനെ ദേ മോരും വെള്ളം മേടിച്ചു. അപ്പോൾ അച്ചു തൊഴുതിട്ട് പുറത്തിരിക്കുമായിരുന്നു. അപ്പോൾ അച്ചുവിന് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് ഞാനും അവിടെ നിന്ന് കഴിച്ചപ്പോൾ നമ്മുടെ ഐശ്വര്യ അതിരിക്കുട്ടനും കൂടെ ദേ തൊഴുതിട്ട് വന്നിട്ട് അവനും മോരും വെള്ളം എല്ലാം എടുത്ത് കുടിക്കുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ നന്ദേട്ടനെ അവിടെ അങ്ങ് കാണുന്നില്ലായിരുന്നു. അപ്പം നന്ദേട്ടൻ അവിടെ നിന്ന് തൊഴുവാന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയപ്പം കാണാം അകത്ത് ഇതേ നട്ട്സും എല്ലാം കൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിരിക്കുട്ടന് മുന്തിരിങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി അവിടെ ക്യൂ നിന്ന് അത് മേടിച്ചപ്പം ദേ ഒരു വെളുത്ത പ്രാവ് കണ്ടോ നമ്മളെടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്നു. ദേ നന്ദേട്ടൻ്റെ കയ്യിൽ നിന്ന് നോക്കി ആ പ്രാവ് ഈ നട്ട്സുകളെല്ലാം തിന്നുന്നതാട്ടോ ഈ കാണുന്നത്. ആ അമ്പലവും അവിടെയുള്ള ജീവികളും ഒക്കെ നല്ല ശാന്തമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ശാന്തമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അവിടെ നിന്ന് നേരെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇതേ വണ്ടിയിൽ അമ്പലത്തിൻ്റെ ആ വണ്ടി വരുന്ന ആ സൈഡാണ് നമ്മൾ കാണുന്നത്. ഒരു സൈഡ് ഭാഗത്തൂടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ നേരെ ഫ്രണ്ടിലേക്കാണ് ഇങ്ങനെ റോഡ് വരുന്നത്. അപ്പം ദേ ഈ കാണുന്നത് അമ്പലത്തിൻ്റെ സൈഡ് ഭാഗം കേട്ടോ. അപ്പം മേളിലാണ് വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ദേ ഇങ്ങനെ വന്നിട്ട് ഇനി നിങ്ങൾ കാണുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ കൂട്ടുകാർ. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇനി ക്രിസ്ത്യൻസിൻ്റെ ചർച്ചുകളാണ് കേട്ടോ. അത് എല്ലാ സഭക്കാരുടെയും ചർച്ചുകൾ അവിടെയുണ്ട്. അപ്പം ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ക്രിസ്ത്യൻ ചർച്ചാണ് കേട്ടോ. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് സ്റ്റാർ ഓഫ് കൊച്ചിനിലോട്ടാണ് കേട്ടോ. അപ്പം അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇതേ സ്റ്റാർ ഓഫ് കൊച്ചിനിലെത്തി. അങ്ങനെ നമ്മൾ അവിടെ നേരത്തെ നല്ല ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും വെജിറ്റേറിയൻ കഴിക്കാനായിട്ടാണ് ഇങ്ങനെ നേരത്തെ തന്നെ വിചാരിച്ച് വെച്ചേക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ദേ അവിടേക്ക് കയറി കുറേ നേരം നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇരുന്ന് കൂട്ടുകാരെ. എന്നിട്ടാണ് നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പം നമ്മുടെ അതിരിക്കുട്ടന് പനി ആയതുകൊണ്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല. അങ്ങനെ നന്ദേട്ടൻ ഭൂരിയായിരുന്നു ഓർഡർ ചെയ്തത്. നന്ദേട്ടൻ്റെ ഭൂരി ആദ്യമേ വന്നു. നന്ദേട്ടൻ്റെ ഭൂരി വന്നു കഴിഞ്ഞ് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഭക്ഷണം വന്നത് കേട്ടോ.
ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് എന്തുവാന്ന് വെച്ചാൽ രാമേശ്വരം പൊടി ഇഡ്ഡലി കേട്ടോ. അപ്പോൾ അത് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത് വന്നത്. അങ്ങനെ ഈ പിന്നെ നന്ദേട്ടൻ്റെ ഭൂരിയുടെ കൂടെ എന്ന് പറഞ്ഞാൽ നല്ല കിഴങ്ങ് കറിയും അതേപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ രാമേശ്വരം പൊടി ഇഡ്ഡലി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ചമ്മന്തി കണ്ടപ്പോഴത്തേക്കും തൊട്ട് നോക്കിയപ്പോൾ നല്ല സ്വാദായിരുന്നു കൂട്ടുകാരെ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നി പിന്നെ നമ്മുടെ എന്താണ് ഉള്ളിയൊക്കെ മുളകൊക്കെ ചുട്ടിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ അതുപോലെയാണ്. അങ്ങനെ സാമ്പാർ, ചുമന്ന ചമ്മന്തി, വെളുത്ത ചമ്മന്തി, അതിൻ്റെ കൂടെ ഒരു ഉഴുന്ന് വട കേട്ടോ. എന്നിട്ട് ഈ നമ്മുടെ പൊടി ഇഡലിയും കൂടെ സൂപ്പറായിരുന്നു. ആ പൊടി ഇഡലിയുടെ മണ്ടയിലായിട്ട് നെയ്യും തൂവി ആ പൊടിയും കൂടി ഇങ്ങനെ തൂവിയപ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്വാദായിരുന്നു. അതിന് ഐശ്വര്യ അച്ചു എവിടെ ചെന്നാലും നെയ്യ് റോസ്റ്റാണ് അവർ പറയാറുള്ളത് കേട്ടോ. അവർക്കും ഇതേപോലെ ചമ്മന്തികളും ഒക്കെ ആയിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു എന്ന് പറയാം. അപ്പോൾ 2 ചായയും 2 കോഫിയും പറഞ്ഞായിരുന്നു. ഐശ്വര്യയ്ക്കും നന്ദേട്ടനും ചായ, എനിക്കും അച്ഛനും കോഫിയായിരുന്നു കൂട്ടുകാരെ. അപ്പം നേരത്തെ വരുമ്പം ചായയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അവിടുത്തെ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് തട്ടുകടയിൽ നിന്ന് കിട്ടത്തില്ലേ, നല്ല കടുപ്പവും മധുരവും ഒക്കെ ഉള്ള അതേ ഒരു ഫീലാണ് അവിടുത്തെ ചായ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് കാപ്പി വരാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം വീണ്ടും എടുത്തു. അങ്ങനെ കുറച്ച് താമസം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ ആസ്വദിച്ച് നമ്മൾ അവിടുത്തെ ചായയും കോഫിയും നമ്മുടെ ഇഡ്ഡലിയും ഭൂരിയും പിന്നെന്താണ് നെയ് റോസ്റ്റും ഇതെല്ലാം നന്നായിട്ട് ആസ്വദിച്ച് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത് കൂട്ടുകാരെ. അപ്പോൾ ഈ മസ്കറ്റിലുള്ള ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ വീഡിയോ കാണുന്നെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്റ്റാർ ഓഫ് കൊച്ചിനിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പോയി കഴിച്ചു നോക്കണം കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട് എന്താ പറയുക മിസ് ചെയ്യത്തേയില്ല. നമ്മൾ നാട്ടിൽ പോയിരുന്ന് നാടൻ ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീൽ എങ്ങനെയാണോ അതുപോലെ നമുക്ക് സത്യം പറഞ്ഞാൽ ആ ചായയുടെ കാര്യം ഞാൻ പണ്ട് ഇതേപോലെ എൻ്റെ അച്ഛൻ കൊച്ചുനാളിൽ എന്നെ കൊണ്ടുപോയിട്ട് നമ്മുടെ എൻ്റെ സ്ഥലം ഏരൂരെന്ന് പറയും കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഇതേപോലെ കടയിൽ നിന്ന് ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങനെ ചായ മേടിച്ച് തരുന്ന അതിലെല്ലാം ഞാനിങ്ങനെ ഓർത്തുപോയി. അപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഒരു ചെറിയൊരു ഡപ്പിക്കകത്ത് കുറച്ച് ജീരകമുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമൊക്കെ കിട്ടി. എന്നിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടുന്ന് ഒരു ഏകദേശം ഒരു 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ മത്രേ എത്തും. അപ്പം മത്രയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂട്ടുകാരെ, ഞാൻ എഴുതിയ കവിതയിൽ 2 വരി എനിക്കിത് കണ്ടപ്പം പാടാൻ തോന്നുന്നു കേട്ടോ. അകലെയൊരു മലയുണ്ടേ, മലയോരത്തായി കടലുണ്ടേ, കടൽ നിറയെ തിരയുണ്ടേ, തീരത്തെ പുൽകാറുണ്ടേ, തിരയും ആ തീരവും കൂടി പുണരാറുണ്ടേ, വാരി പുണരാറുണ്ടേ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് വീണ്ടും ആ കടലിൻ്റെ, അതായത് നമ്മുടെ കപ്പലൊക്കെ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്ന ആ സ്ഥലത്ത്, അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ ചെന്നിട്ട് നോക്കിയപ്പോൾ കാണാൻ കൂട്ടുകാരി ഒരു പറ്റ മീനുകൾ ഈ കടലിൻ്റെ സൈഡേ കൂടി ഇങ്ങനെ പോകുന്നു. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. ഈ മീൻ കൂട്ടത്തെ കണ്ടപ്പോഴേ കൂട്ടുകാരെ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം എനിക്ക് മനസ്സിൽ നിന്നുണ്ടായി കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കൊച്ചു കുട്ടികളെ കണക്ക് അമ്മ എന്തോ ചാടി ഇങ്ങനെ തുള്ളുന്നതെന്ന് ഐശ്വര്യ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് എന്താണെന്നറിയത്തില്ല. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം വന്നു. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ. അപ്പം എൻ്റെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും അറിയിക്കണം. പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ.